എന്ത് പറയുന്നു, നീരു നൈറ്റസ് മാമ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം ബഹ്റിന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ചെയ്യണം, നമ്മുടെ ബീച്ചിലൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നല്ല വെയിലാണ് കേട്ടോ. ഇപ്പൊ സമയം ഏതാണ്ട് 4 മണിയായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വെയിലുമാണ്, ചൂടുമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അതേവിടെ ഇങ്ങനെ വേട്ടൊക്കെ വെച്ച് മറച്ച് വെച്ചേക്കുവാന്ന്. അപ്പൊ നമുക്ക് വിസ പുതുക്കാനുള്ള സമയമൊക്കെ ആയി. 3 മാസം കൂടുമ്പോൾ നമുക്ക് പോയി പുതുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്ത പോക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബഹ്റിൻ പാലത്തിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ നോക്കാം. മെഹ്റുബ അല്ല, ബഹ്റിൻ പാലം. നേരിട്ട് നൈറ്റോടെ ഒരു ഗാഡിയുടെ ഇരിപ്പുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് വൈകിവിടെ ഹായ് പറഞ്ഞു എല്ലാവരോടും. ഇച്ചിരി വലിയ ഹൈ ആയിപ്പോയി, ഭയങ്കര വലിയ ഹൈക്കാരനായിപ്പോയി. നമ്മൾ റൂമിൽ നിന്ന് ഒരു 3 മണിയൊക്കെ ആവാറായപ്പോഴായിരുന്നു ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പം നമ്മളൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് ഇറങ്ങി കേട്ടോ. അവിടെ നേട്ടം നല്ല ചൂട് ചായയും മസാല ബോണ്ടയും വാങ്ങിയിട്ട് വന്നു. മസാല ബോണ്ട എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല, കാരണം അതിലെ മസാലയ്ക്ക് അത്ര ഉപ്പ് പോരായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര തൃപ്തി വന്നില്ല. പിന്നെ ഗുപ്തനെ പോലെ ചൂട് ചായ ഊതി ഊതി കുടിക്കാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലെങ്കിലും ചൂടായതുകൊണ്ട് ഊതി ഊതി കുടിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. ചെറു ചൂട് മസാല ബോണ്ടയും കടിച്ചുകൊണ്ട് നമ്മുടെ അച്ചുക്കുട്ടൻ പതിവ് സീറ്റ് തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. ആ സീറ്റ് വിട്ടൊരു കളിയില്ലെന്നുള്ളതാണ്. ആ എത്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ എത്ര റെഡ് വണ്ടികൾ പോകുന്നുണ്ടെന്നാണ്. ഓരോ റെഡ് വണ്ടിയും അച്ചുവിൻ്റെയാണ് കേട്ടോ, ബാക്കിയെല്ലാം നമ്മുടെ പൊന്നൂസിൻ്റെ. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടികളുടെ എണ്ണം പിടിച്ചും കാഴ്ചകൾ കണ്ടും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ആ എക്സൈറ്റ്മെൻറ്റിൽ ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ പോയപ്പം നമ്മൾ നമ്മുടെ സദഫ് ഹാഫ് മൂൺ ബീച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, കാരണം നമ്മൾ ഡ്രസ്സൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലേയിങ് സെക്ഷനിലൊക്കെ കളിച്ചിട്ട് ഇറങ്ങി പോരുമായിരുന്നു കേട്ടോ. ഇത്തവണ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് വരവ്. വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ 2 ജോഡി ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ട്. കാരണം അവർക്ക് വെള്ളത്തിൽ കളിച്ച് മാറിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോന്നേക്കുന്നത് കേട്ടോ. എന്നോട് പറഞ്ഞു പ്ലേയിങ് സെക്ഷനിൽ പോകുന്നതേ ഇല്ല, ഫുള്ള് വെള്ളത്തിലാണ് കളിയുന്നത്. അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ അല്ലേ. അപ്പം നമ്മളിതാ നമ്മുടെ ബീച്ച് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വണ്ടി എവിടെയെങ്കിലും സൗകര്യം പോലെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചിലേക്ക് എത്താം. ഇപ്പം ഏട്ടൻ്റെ ഫ്രണ്ട് ഉനീസിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ നമ്മുടെ യാത്ര. ആൾക്കിപ്പോൾ ഒരു ആശ്വാസമായി കാണും. കാരണം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ ചോദ്യമാണ്, ഉനീസങ്ങളെ എപ്പോൾ എത്തും. ഇതിന് മറുപടി പറഞ്ഞ് ആളും അടുത്തിട്ടുണ്ടാവും കേട്ടോ. അത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്, കാരണം അത്രയും എക്സൈറ്റ്മെൻറ്റിലാണേ. അങ്ങനെ വണ്ടിയൊക്കെ മെല്ലെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നടന്ന് ബീച്ചിലേക്ക് വന്നു കേട്ടോ. ഇതാ കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല അലയടിച്ച് തിരമാലകൾ വരുന്ന കാണാൻ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, കുറേ അറബി ഫാമിലികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നൂസൊക്കെ ഇറങ്ങാൻ പാകത്തിന് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മളപ്പോൾ ഇതാ ഇവിടെ ഹാഫ് മൂൺ ബീച്ചിലെത്തിയേക്കാണ്. നമ്മൾ തലമുറകളായിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ആചാരം എൻ്റെ മക്കളായിട്ടും തെറ്റിച്ചിട്ടില്ല കേട്ടോ. കടലിൽ ഇറങ്ങിയപ്പോഴേ കടലമ്മ കള്ളിന്ന് എഴുതാൻ പോയി, അവൻ എഴുതി വന്നപ്പോഴേക്കേ തിരമാല വന്നത് മായ്ച്ചോണ്ട് പോയി എന്നാട്ടോ പറഞ്ഞത്. അപ്പം നമ്മുടെ അച്ചൂട്ടൻ അവിടെ നിന്ന് പറഞ്ഞു, വെറുതെയാണമ്മ, കാരണം ഈ കടലിന് അറബി മാത്രമല്ലേ അറിയുള്ളൂ, ഇവ മലയാളത്തിലാണ് അവിടെ എഴുതി വെച്ചതെന്ന്. അങ്ങനെ അവർ മായ്ച്ചും കളിച്ചും എഴുതിയൊക്കെ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു, വേഗം വന്ന് ഡ്രസ്സ് മാറ്, എന്നിട്ട് നമുക്ക് കടലിലേക്ക് ഇറങ്ങിപ്പോവാം.
അങ്ങനെ നമ്മുടെ ഏട്ടനും മക്കളും ഉനൈസും എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിട്ടോ. ഞാൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ കരയിൽ നിന്നു. ഒരുപാട് ഫാമിലികളുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളും ഒക്കെ ആയിട്ട്. ഇവിടെ പ്ലേ ചെയ്യുന്ന സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേയിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയിട്ടില്ല, ഈ വെള്ളത്തിൽ കളി തന്നെയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഉനൈസ് എവിടുന്നോ ഒരു ട്യൂബൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് നമ്മുടെ അച്ചുക്കുട്ടനെ ഇതിലിരുത്തി ഇങ്ങനെ ഒന്നിക്കൊണ്ട് നടന്നു കേട്ടോ. അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു, അവൻ ആദ്യമായിട്ട് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു ത്രില്ലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആസ്വദിച്ച് അങ്ങനെ മക്കളിരിക്കുകയായിരുന്നു. ഈ ഒരു അരയന്നത്തിനെ കിട്ടിയപ്പം നമ്മുടെ അച്ചുകുട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ. അവൻ അതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു. കുറേ നേരം അതിലങ്ങനെ തുഴഞ്ഞ് ആസ്വദിച്ച് നടന്നു കേട്ടോ. അതിനിടയിൽ നമ്മുടെ പൊന്നൂസ് നരസിംഹത്തിലെ ലാലേട്ടനെ പോലെ വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും മണ്ണ് വാരിയൊക്കെ കളിയായിരുന്നു. അതിനിടയ്ക്കൊന്ന് അവന് കക്കയൊക്കെ കിട്ടിയപ്പോൾ എന്നെ പൊക്കിയെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സൊന്നും കരുതാത്തത് കൊണ്ടും വെള്ളത്തിലിറങ്ങാൻ മടിയായത് കൊണ്ടും ഞാൻ കരയ്ക്ക് നിന്നിതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. നമ്മുടെ പൊന്നൂസിന് നീന്താനൊന്നും അറിയില്ല, പക്ഷെ നീന്താന്നുള്ളത് എല്ലാ കുട്ടികളുടെ ആഗ്രഹമല്ലേ. അതുപോലെ മണ്ണിലൊക്കെ കുത്തി അവൻ കൈ കുത്തിയൊക്കെ തുഴഞ്ഞ് അതിലേ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുതിരസവാരിയും ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലൊന്നും കയറിയില്ല, എല്ലാം കണ്ടാസ്വദിച്ചു. അങ്ങനെ ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിലൊക്കെ കളിച്ച് തകൃതിയായിട്ടിരുന്ന് നമ്മൾ പയ്യെ കയറിയിട്ടോ. ഞാൻ പരതിയൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് കേട്ടോ, കാരണം അറബി നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ ഇട്ടില്ല പിന്നെ എൻ്റെ. അതുകൊണ്ട് അതൊക്കെ ഒരു ആഗ്രഹം തോന്നി മേടിച്ചു, പയ്യെ അതൊക്കെ ഇട്ടിറങ്ങി. അപ്പം നമ്മൾ അവിടുന്ന് കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി കേട്ടോ. ആ മുഖത്തെ ആ ഒരു പ്രസന്നത കണ്ടോ പൊന്നൂസിൻ്റെ അച്ചൂട്ടിൻ്റെ ഒക്കെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കരയ്ക്ക് കയറിയതിൻ്റെയാണ് കേട്ടോ. കാരണം നമ്മളെ ആഗമന ഉദ്ദേശം എന്ന് പറയുന്നത് വിസ പുതുക്കലായിരുന്നു. അപ്പം അതിന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പോവണ്ടേ, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ അധികം നിൽക്കാണ്ട് അങ്ങ് ഇറങ്ങി. അതിൻ്റെ ഒരു വിഷമമാണ്. അപ്പം ഇനിയും വരാം എന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് നമ്മൾ അവിടുന്ന് ടാറ്റാ ബൈ പറഞ്ഞ് നേരെ ബഹറിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബഹറിൽ പോകുമ്പോൾ ആ പാലത്തിന് ഇക്കരെ മാത്രമേ ഏട്ടനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. മേളിലൊരു പാരച്ചൂട്ട് പോകുന്നത് കണ്ടോ. ഞാൻ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരുന്ന് പോവുമായിരുന്നു കേട്ടോ. ശരിക്കും ഈ വിസ പുതുക്കാൻ പോയപ്പം ഞാൻ രാത്രി തന്നെ പോകണമെന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ ബഹ്റിൻ പാലത്തിൻ്റെ ആ ഒരു രാത്രി കാഴ്ചയുടെ ആ ഒരു വ്യൂ നമുക്ക് എടുക്കണം എന്ന് തന്നെ വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ പറ്റിയില്ല, കാരണം നമ്മൾ പോകുമ്പോഴേക്കും ഏട്ടനൊക്കെ പാലത്തിന് ഇപ്പറേ നിൽക്കാൻ പറ്റുള്ളൂ. അക്കരയ്ക്ക് നമുക്ക് കൊണ്ടുപോകുന്നത് ഒരു ഏജൻറ്റ് വഴിയാണ് കേട്ടോ. അപ്പോൾ ആ കൂടെ ഒരു 3-4 ഫാമിലി ഉണ്ടായിരുന്നു, പാകിസ്ഥാനികളും അല്ലാത്തവരും ഒക്കെ ആയിട്ട്. അപ്പം നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കൂടുതലും ഞാൻ നടുക്കായിട്ടാണ് ഇരുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ തിരിച്ച് വിസ പുതുക്കിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് വരുന്ന വഴിയായപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ദമാമിലുള്ള നമ്മുടെ ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞാൻ ഈ സൗദി വന്നിട്ട് ഇത്ര നല്ല ഫുഡ് കഴിച്ച ഒരു റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് സൗദിയിലെ ഏറ്റവും നല്ല സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാവാം അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുന്ന സമയത്ത് സീറ്റൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. നമ്മൾ വെയിറ്റിങ്ങിൽ ഒരു 10-15 മിനിറ്റോളം ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സീറ്റ് ഒഴിവായി കിട്ടിയത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ ഒരു പോക്കൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ടയേർഡായി നല്ല വിശപ്പായിട്ടാണ് കേട്ടോ വന്നിരുന്നത്. കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞത് 11 മണി സംതിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗീ റൈസും പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ ആയിരുന്നു കേട്ടോ. പൊറോട്ട ആയാലും നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു, ഗീ റൈസും പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ടേസ്റ്റ് കൊണ്ട് പാത്രം കാലിയായത് തന്നെ അറിഞ്ഞിട്ടില്ല. സാധാരണ നമ്മൾ എപ്പോൾ ഫുഡ് മേടിച്ചാലും മിച്ചം വരാറാണ് കേട്ടോ പതിവ്. ഇപ്രാവശ്യം അങ്ങനെ മിച്ചം ഒന്നും വരുത്തിയിട്ടില്ല. എല്ലാവരും ആസ്വദിച്ച് അത് ഫുള്ള് കഴിച്ചിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഓരോ ജ്യൂസും നമ്മൾ ഓരോരുത്തരും ഓരോ ചൂട് കോഫിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് അങ്ങനെ ടാറ്റ ബൈ പറഞ്ഞിറങ്ങിട്ടോ. ഇറങ്ങുമ്പോഴും ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇനി വരുമ്പോഴും നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മതിയെന്ന് കേട്ടോ. പിന്നെ നല്ല തിരക്ക് പിടിച്ച റോഡായിരുന്നു. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ആ റോഡ് ക്രോസ് ചെയ്ത് നേരെ വരുന്ന ഭാഗത്തുണ്ടല്ലോ കുറേ ആൾക്കാരിങ്ങനെ കുഞ്ഞു മക്കളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് സൊറ പറഞ്ഞ് അവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കങ്ങനെ ഇരിക്കാനൊന്നും നേരം കിട്ടിയില്ല, കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വണ്ടിയിൽ കയറി റൂമിലെത്തിയപ്പോൾ തന്നെ 1:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഫ്രഷ് ആയിട്ട് ഒരൊറ്റ കിടപ്പായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ. See you.